നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വായന എന്ന് പറയുന്നത് രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും രണ്ട് പക്ഷികളുടെയാണ്. അവർ ഇണയായിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ്. ഇതിലേത് ചിത്രമാണോ നിങ്ങൾക്ക് കൂടുതൽ ആകർഷണീയമായിട്ട് തോന്നിക്കുന്നത് ആ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഇന്നത്തെ വായനയുടെ ഉദ്ദേശം എന്തെന്നാൽ നിങ്ങളുടെ വ്യക്തി സത്യസന്ധമായി സ്നേഹിച്ചിരുന്നോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വായനയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ ചിത്രത്തിലേക്ക് പോകാം. ലെഫ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ആദ്യത്തേതും റൈറ്റിൽ കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തേതും. നമുക്ക് ആദ്യത്തേലേക്ക് കടക്കാം. സുഹൃത്തുക്കളെ, ആദ്യത്തെ ചിത്രം ഇണക്കുരുവികളുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളുടെ വായനയാണ്. ഈ വ്യക്തി സത്യത്തിൽ നിങ്ങളെ സ്നേഹിച്ചിരുന്നു. അതാണ് ഇന്നത്തെ വായന. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ വ്യക്തിക്കോ അല്ലെങ്കിൽ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ ഒരു കുടുംബമുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഒരു വിവാഹേതര ബന്ധമാകാം. ആ ഒരു ഊർജമാണ് നമ്മൾക്കിവിടെ അധികമായി ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യമുണ്ടായിരുന്നു. നിങ്ങളുമായി ഒരുമിച്ചാകണം അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളതായിരുന്നു ഈ വ്യക്തിയുടെ സ്വപ്നം. പക്ഷേ അവിടെ പലതരത്തിലുള്ള തടസ്സങ്ങൾ വന്നു ചേർന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ വ്യക്തി ഇപ്പോൾ സ്വയം നിയന്ത്രണത്തിൽ നിൽക്കുകയാണ്, കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങളുമായി സംസാരിക്കണം എന്നൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ വ്യക്തിയുടെ വീട്ടുകാർക്ക് വേണ്ടി, ഈ വ്യക്തിയുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങളെ മാറ്റിക്കളഞ്ഞു അല്ലെങ്കിൽ നിങ്ങളെ അകറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് നമുക്കിവിടെ വെട്ടിത്തുറന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ മര്യാദക്ക് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ വലിച്ച് ഈ ഒരു പ്രണയബന്ധത്തിലേക്ക് കൊണ്ടുപോയിട്ടത് ഈ വ്യക്തിയാണ്. തീർച്ചയായും നിങ്ങൾ മര്യാദക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ പലതവണയും വേണ്ട, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകണം ഈ വ്യക്തിയോട്. പക്ഷെ ഈ വ്യക്തി അതൊന്നും കേൾക്കാതെ, ഇല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ താല്പര്യമാണ്, എൻ്റെ കൂടെ എന്നും നീ വേണം എന്നുള്ള രീതിയിൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ ഈ ഒരു പ്രണയബന്ധത്തിലേക്കാക്കി ഈ വ്യക്തി ദൂരേക്ക് കടന്നുപോയി. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഒരു തരത്തിലും മൈൻഡ് ചെയ്യുന്നില്ല, ഒരു തരത്തിലും ഗൗനിക്കുന്നില്ല, പ്രാധാന്യം തരുന്നില്ല. കാരണം ഇപ്പോൾ ഈ വ്യക്തിക്ക് പ്രാധാന്യം അല്ലെങ്കിൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് വേണ്ടത് ഈ വ്യക്തിയെ സ്നേഹിക്കുന്ന ആൾക്കാരെയാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കുടുംബത്തെയാണ്. ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഭാര്യയുമായി കൂടിച്ചേർന്ന് നിങ്ങളെ അകറ്റിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇവിടെ മൂന്നാമതൊരു വ്യക്തിയായിട്ട്, ഒരുപക്ഷെ ഈ വ്യക്തിയുടെ ഭാര്യയോ ഭർത്താവോ, അവര് ഒരുമിച്ചായി. അവരാദ്യം സ്നേഹത്തിലല്ലായിരുന്നു. ആ സമയത്താണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തേടി വരുന്നത്, നിങ്ങളുടെ സ്നേഹം തേടി വരുന്നത്. നിങ്ങളുമായി സ്നേഹത്തിലായി ഈ വ്യക്തിയുടെ പരമാവധി പ്രശ്നങ്ങളും മാറി സന്തോഷവാനായി, സന്തോഷവതിയായി. അതിനുശേഷം ഈ വ്യക്തിയുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മുഴുവനും മാറുന്നു. ഒരു കറിവേപ്പില എടുത്ത് കളയും പോലെ നിങ്ങളെ പുഷ്പം പോലെ എടുത്ത് കളഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ആദ്യത്തെ സ്നേഹം ഇപ്പോൾ നിങ്ങളോട് ഈ വ്യക്തി കാണിക്കുന്നില്ല. ഇതാണ് സത്യസന്ധമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഈ വ്യക്തി പല രീതിയിലും നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട്. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ കാണാനോ നിങ്ങളുടെ വിഷമങ്ങൾ തിരിച്ചറിയാനോ നിങ്ങൾ എത്രത്തോളം ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കാനോ ഒന്നും ഈ വ്യക്തിക്ക് താല്പര്യമില്ല, ഒന്നും. പക്ഷെ നിങ്ങൾ ഓരോ ദിവസവും ഉരുകിക്കൊണ്ടാണ് ജീവിച്ചു തീർക്കുന്നത്.
കാരണം നിങ്ങൾ അത്രയും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം പോലും ഈ വ്യക്തിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചു. ഈ വ്യക്തിയുടെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങളെല്ലാം ത്യജിച്ചു. ഈ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് ഓർക്കുന്നുണ്ട്. നിങ്ങളോട് ചെയ്തത് തെറ്റാണെന്ന് ഉള്ള മാനസികാവസ്ഥ ഈ വ്യക്തിക്ക് വരുന്നില്ല. കാരണം ഈ വ്യക്തി ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും എതിരാക്കുന്നു, അല്ലെങ്കിൽ ശത്രുവാക്കുന്നു. അത് ചിലപ്പോൾ ഈ വ്യക്തിയുടെ പങ്കാളിയായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരായിരിക്കാം, ആരുമാണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്ന കാര്യം എന്തായിരുന്നോ ആ ഒരു കാര്യം ഇപ്പോൾ പരിഹരിച്ചു, സോൾവായി. ഉദാഹരണത്തിന് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഈ വ്യക്തിയുടെ ഭാര്യയായോ ഭർത്താവായോ പ്രശ്നത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നം മാറി. അപ്പോൾ നിങ്ങളൊരു ബാധ്യതയായി മാറി. അങ്ങനെ നിങ്ങളെ ഔട്ടാക്കി, അല്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പൂർണ്ണമായിട്ടും ഈ വ്യക്തിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇവിടെ പല തരത്തിലുള്ള നയതന്ത്രങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുവാൻ വേണ്ടി പലതരത്തിലുള്ള കളികൾ ഇവിടെ തേർഡ് പാർട്ടീസ് നടത്തുന്നുണ്ട്. അത് നടത്തി അവർ വിജയിച്ചു. ഈ വ്യക്തി എല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനായി കുറച്ച് കാലഘട്ടം എടുക്കുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഏറ്റവും ആദ്യം ഈ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നു, വളരെ സത്യസന്ധമായി സ്നേഹിച്ചിരുന്നു. കാരണം ഈ വ്യക്തിക്ക് സ്നേഹം ആവശ്യമായിരുന്നു. ഈ വ്യക്തിക്ക് സ്നേഹം ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഒരു ഭ്രാന്തിയോ ആയി പോകും. അതായിരുന്നു ഈ വ്യക്തിയുടെ അവസ്ഥ. പക്ഷെ അതിൽ നിന്നുമൊക്കെ കരകയറി വരുവാനായി ഈ വ്യക്തി നിങ്ങളെ കണ്ടെത്തി, നിങ്ങളെയും കൂടി നിർബന്ധിച്ച് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വലിച്ചിട്ടു. ഈ വ്യക്തി സ്വതന്ത്രനായി, അല്ലെങ്കിൽ സ്വതന്ത്രയായപ്പോൾ നിങ്ങളെ പുറത്താക്കി. തീർച്ചയായിട്ടും നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ടിരിക്കണം. ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും, പക്ഷെ കുറച്ച് നാൾ കഴിയും. കാരണം ഇപ്പോൾ ഒരു സെപ്പറേഷൻ പീരീഡാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളുടെ വായന. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളുടെ വായനയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയാണ്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നോ എന്നുള്ളതിനുള്ള ഏറ്റവും നല്ല ഒരു സ്പ്രെഡാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ വ്യക്തിയുടെ ഓരോ ശ്വാസം എടുപ്പിലും ഓരോ ഹൃദയത്തുടിപ്പിലും നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളും നിങ്ങളോടുള്ള സ്നേഹവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി ഹീലിംഗ് പ്രോസസ്സിലേക്ക് പോയത്, അല്ലെങ്കിൽ ഈ വ്യക്തി എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ. കാരണം ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തിക്കുണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഈ വ്യക്തി വളരെ സത്യമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ വിജയകരമായിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. ഈ വ്യക്തി വൻ പരാജയമായിട്ടുള്ള വ്യക്തിയായിരുന്നു. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തീർച്ചയാണ്. പക്ഷേ നിങ്ങൾ എന്ന് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു, അന്നു മുതൽ തൊട്ട് ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു. ഈ വ്യക്തിയുടെ ദുഃഖങ്ങൾ സന്തോഷമായി മാറി. ഈ വ്യക്തിയുടെ കണ്ണുനീര് ആനന്ദാശ്രുവായി മാറി. അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ വ്യക്തിക്കുണ്ടായിട്ടുള്ളത്. നിങ്ങൾ ചിലപ്പോൾ ഒപ്പം ജോലി ചെയ്യുന്ന ആൾക്കാരാകാം, കൂടെ പഠിച്ച ആൾക്കാരാകാം, ഭാര്യ ഭർത്താവാകാം. ഓക്കെ, ഏതൊരു അവസ്ഥയിലാണെങ്കിൽ പോലും നമുക്കിവിടെ ഒരു സത്യസന്ധമായ, ഒരിക്കലും നമ്മൾ പറയില്ലേ കെടാവിളക്കെന്ന് പറയില്ലേ, കെടാവിളക്കെന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും കെട്ടുപോകില്ല. ആ വിളക്കിലെന്നും തീജ്വാലകൾ ഉണ്ടാകും. ആ ഒരു സ്നേഹം തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്.
കുറച്ച് ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലുള്ള അസൂയ, വാക്ക് തർക്കങ്ങള്, അഭിപ്രായ വ്യത്യാസങ്ങള്, അല്ലെങ്കിൽ അഹങ്കാരം, അതൊക്കെയുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്കൊരിക്കലും ഇതൊരു മോശപ്പെട്ട സ്വഭാവമാണ് അല്ലെങ്കിൽ സ്നേഹബന്ധമാണ് എന്ന് നമുക്ക് പറയാനാകില്ല. കാരണം നിങ്ങൾ തമ്മിൽ രണ്ടുപേരും നല്ല ചേർച്ചയാണ്. സ്നേഹമാണെങ്കിൽ അങ്ങേയറ്റം, തല്ലുപിടുത്തമാണെങ്കിലും അങ്ങേയറ്റം. പക്ഷെ ഒരിക്കലും ഇവിടെ നിങ്ങൾ തമ്മിൽ വാക്ക് തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള സപ്പറേഷൻ പീരീഡിലൊക്കെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളെ കൂടെ കൂട്ടണം, നിങ്ങളെ സ്വന്തമാക്കണം, നിങ്ങളെ പൂർണ്ണമായിട്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, ഈ വ്യക്തിയുടെ കുടുംബത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കണം. ഇതൊക്കെയാണ് ഈ വ്യക്തിയുടെ ആഗ്രഹം. ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം തന്നെയാണ്. അപ്പോൾ ഈ വ്യക്തി ഈ ഒരു പ്രണയബന്ധത്തിൽ നിന്നും വിജയം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഈ വ്യക്തി പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്, പലതരത്തിലുള്ള പ്ലാനിങ്ങുകൾ, അതായത് പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. അതിൽ പലതും നിങ്ങളോട് പറയുന്നില്ല. കുറച്ചൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്, കുറേയൊന്നും നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളെ നന്നായിട്ട് നോക്കണം. അതാണ് ഈ വ്യക്തിയുടെ അന്തിമമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും തീവ്രമായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. ഇപ്പോ ചിലപ്പോ ചെറിയ ഒരു വാക്ക് തർക്കത്തിലോ അല്ലെങ്കിൽ അത്ര ഇഷ്ടമല്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ ജീവിതം, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്തണം, പുതിയ വീട് വെക്കണം, അല്ലെങ്കിൽ പുതിയ വണ്ടി മേടിക്കണം. അത്തരത്തിലുള്ള ആഗ്രഹങ്ങളിലൂടെയൊക്കെയാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതും ആർക്കു വേണ്ടിയിട്ടാണ്? നിങ്ങളുമായി ഒരുമിച്ച് സന്തോഷിച്ച് ഉല്ലസിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള സുഖത്തിന് വേണ്ടി മാത്രമല്ല. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ചിലപ്പോൾ ഫോണൊക്കെ വിളിക്കുമ്പോൾ ഈ വ്യക്തിക്ക് അത് സംസാരിക്കാനോ ഒന്നും സമയമുണ്ടാവില്ലായിരിക്കാം. അപ്പോഴൊക്കെ ഈ വ്യക്തി പറയുന്നുണ്ടാകാം, ഞാൻ ജോലിയിലാണ്, അല്ലെങ്കിൽ ഞാൻ ബിസിനസ് മീറ്റിങ്ങിലാണ്, ഞാൻ ഇന്ന സ്ഥലത്താണ്, ജോലി സംബന്ധമായിട്ട് വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ന ഇൻ്റർവ്യൂ ഉണ്ട്. അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സാഹചര്യം മനസ്സിലാക്കുക. ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങളുമായിട്ടുള്ള കുടുംബജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളെ കഷ്ടപ്പെടുത്തണമെന്ന് ഈ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ട് ഈ വ്യക്തിക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുക. ആ ഒരു സമയത്ത് പറഞ്ഞ് നിങ്ങൾ തല്ലുപിടിക്കരുത്. ഇതാണ് നമുക്ക് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളുടെ വായന. തീർച്ചയായിട്ടും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. നന്ദി, നമസ്കാരം.